അപ്പൊ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് ദേവപ്രയാഗിലാണ്. ദേവപ്രയാഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാ നദി ഭാഗീരഥിയായിട്ടും അളകനന്ദിയായിട്ടും ഒഴുകി വന്ന് ഗംഗയായിട്ട് ഒഴുകുന്നത് ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. ഇവിടെയാണ് ആ സംഗമമൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു ദേവപ്രയാഗിലുണ്ട്. അതൊക്കെയാണെന്ന് നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് കാണിച്ചു തരാം. ഭാഗീരഥി നല്ല ഭംഗിയിൽ ഒഴുകുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പൊ അതിന്റെ കാഴ്ചയും പിന്നെ ആ ഒരു സംഗമ സ്ഥാനവും ഒക്കെ നമുക്കിന്ന് കാണാൻ പറ്റും. ഞാനിവിടെ ഒരു ഉച്ചയാവുമ്പോഴേക്കാണ് എത്തിയത്. ഇപ്പം വൈകുന്നേരമാണ്, നല്ല വെയിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇവിടെ വന്നിട്ട് താമസിക്കുന്ന ഇവിടെയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ താമസിക്കാൻ പറ്റും കേട്ടോ. ഋഷി ഹോം സ്റ്റേ എന്നാണ്. 500 രൂപയ്ക്കാണ് പുള്ളി പറയുക. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്താൽ 300 രൂപയ്ക്ക് കിട്ടും. എനിക്കിപ്പോൾ 300 രൂപയ്ക്കാണ് കിട്ടിയത്. ഞാൻ ഒരാൾ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ഈ ഒഴുകുന്നത് ഭാഗീരഥിയാണ്. അളകനന്ദ വളരെ ശാന്തമായിട്ട് ആ ഒരു ഭാഗത്തൂടി ഒഴുകി വരുന്നുണ്ട്. അപ്പം ഇത് രണ്ടും കൂടി ഇതാ അവിടെ നിന്നാണ് ഗംഗയായിട്ട് ഒഴുകി പോകുന്നത്. അങ്ങോട്ടൊക്കെ നമുക്ക് പോവാം. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആ ഒരു തൂക്കുപാലാണ് കാണുന്നത്. നമ്മൾ അത് കടന്നിട്ടാണ് അങ്ങോട്ട് പോവുക. പിന്നെ ഇവിടെ വീടുകൾ കണ്ടോ, ഇതന്നെ എന്ത് ഭംഗിയാണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ നിങ്ങൾ അവിടെ ദൂരെയായിട്ട് കാണുന്നത് സെൻട്രൽ സംസ്കൃതം യൂണിവേഴ്സിറ്റിയാണ്. കണ്ടോ, ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുണ്ട്. നമുക്ക് ആ ഭാഗത്തോട്ടൊക്കെ പോവാം. അതുവഴിയാണ് റോഡ് പോകുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്തൂടെ കണ്ടോ, ആ കാറ് നിർത്തിയിട്ട് കണ്ടില്ല, അതാണ് റോഡ്. അതിങ്ങനെ ഇതിൻ്റെ കുറേ ദൂരെയായിട്ട് ഒരു പാലം പോകുന്നുണ്ട്. അതുവഴി ഇങ്ങനെ ചുറ്റി വളഞ്ഞാണ് മുകളിലോട്ട് പോകുന്നത്. അവിടെ കുന്നിൻ്റെ മുകളിലായിട്ട് ഒരു ക്ഷേത്രം കണ്ടോ. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ഹോം സ്റ്റേ വരുന്നത്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. വെള്ളം ഒഴുകുന്നതന്നെ നോക്ക്, രൗദ്രഭാവത്തിൽ ആ ഒരു കളറ് കണ്ടോ. നല്ല ഭംഗിയാണ്. എന്ത് രസമാണെന്നറിയോ. ഇവിടെ ഞാൻ ഇതിങ്ങനെ നോക്കി നിൽക്കാൻ. നമുക്കെന്തായാലും താഴോട്ട് പോയി ആ പാലത്തിൻ്റെ മുകളിലൂടെ അപ്പുറത്തെ സൈഡ് പോയി അതുവഴിയൊക്കെ നടന്ന് ആ ഭാഗത്തുള്ള കാഴ്ചയൊക്കെ കണ്ട് അവിടെ ആ സംഗമ സ്ഥലത്ത് പോയി എന്നിട്ട് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാലേ നമുക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ, അതായത് നദിയുടെ അപ്പുറത്തെ ഭാഗത്ത് എത്താൻ പറ്റും. അവിടെ നിന്നും കുറച്ച് കാഴ്ചയൊക്കെ കാണാനുണ്ട്. പിന്നെ ആ ഒരു സംഗമ സ്ഥാനത്തിൻ്റെ നമ്മൾ എന്താ പറയുക, മുൻപേ കുറേ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ ഫോട്ടോ ഒക്കെ കിട്ടുന്നൊരു ഭാഗം എന്ന് വെച്ചാൽ ആ ഒരു ഭാഗമാണ്. അങ്ങോട്ടേക്കൊക്കെ നമുക്ക് പോവാം. ആദ്യം നമുക്ക് ഇതുവഴി ഇറങ്ങി ഒരു ചായ കുടിക്കാം. ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. എന്നാലും എന്ത് ഭംഗിയിലല്ലേ ഇത് ഒഴുകിപ്പോകുന്ന. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനെ ഇത്ര ഭംഗിയിൽ ഈ ഒരു കളറിൽ ഒരു നദി ഒഴുകുന്നത് കാണുന്നത്. നമുക്ക് ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കുറച്ചുകൂടി നല്ലൊരു വ്യൂ കിട്ടും. ഇവിടെ അളകനന്ദ വളരെ ശാന്തമായിട്ടാണ് ഒഴുകുന്നതെങ്കിൽ ഭാഗീരഥി രൗദ്രഭാവത്തിലാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നത്. അതിലെ നദി ഒഴുകി പോകുന്ന കാണാൻ പറ്റും. അവിടെ ഒരു കടയുണ്ട്. അവിടെ നിന്ന് നമുക്കൊരു ചായ കുടിക്കാം. ഒരുപാട് മൂവീസിലും സോങ്സിലൊക്കെ കാണിച്ചിട്ടുള്ള ദേവപ്രയാഗിലെ പ്രശസ്തമായിട്ടുള്ള ആ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഞാനിതാ ഇപ്പം നിൽക്കുന്നത്. ഈ ബ്രിഡ്ജ് കടന്നിട്ട് വേണം നമുക്ക് ഗംഗാ സംഗമ സ്ഥാനത്തോട്ട് പോവാൻ. ആ പോകുന്ന വഴിയിൽ കുറേ കടകളും അതൊക്കെ നമുക്ക് കാണാനുണ്ട്. അവിടുന്ന് പോയാൽ നമുക്ക് ഈ ഒരു ഭാഗീരഥി നദിയുടെയും അളകനന്ദയുടെയും ഒക്കെ ഓരോ ഭാഗങ്ങളിൽ ഇറങ്ങാനും കാഴ്ചകൾ കാണാനും ഒക്കെ പറ്റും. പാലം കടന്നാൽ നേരെ നമ്മൾ എത്തുന്നത് ഈ ഒരു ഗല്ലി പോലെയുള്ള ഭാഗത്തോട്ടാണ്. ഇവിടെ കുറേ കച്ചവട സ്ഥാപനങ്ങളാണ്. കൂടുതലും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവനോപാധി മാർഗ്ഗമാണിത്. അതായത് ദേവപ്രയാഗിൽ ഈ ഭാഗത്തുള്ള ആളുകൾ മൊത്തം ജീവിക്കുന്നത് ഇവിടെ വരുന്ന വിനോദസഞ്ചാര മേഖലയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഇവിടെ തന്നെ താമസിക്കുന്ന തദ്ദേശീയരായ ആളുകളുടെ കടകളാണ് ഇവിടെ ഉള്ളത്. കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കടകളും ബാക്കി തീർത്ത് ഡ്രസ്സ്, പിന്നെ ഫാൻസി ഐറ്റംസ്, ഫോട്ടോസ്, അതായത് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കച്ചവടം മുഴുവൻ നടക്കുന്നത്. അതുപോലെ ഈ ഗംഗാ സംഗമ സ്ഥാനത്ത് നിന്ന് നമുക്ക് വെള്ളം, ഈ ഒരു പുണ്യജലം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കുറേ ക്യാനുകളും അതും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഗംഗാ നദിയുടെ സംഗമ സ്ഥാനത്തോട് ചേർന്ന് ഒരു സ്കൂൾ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ആ ഒരു ഗംഗാ സംഗമ സ്ഥാനം ഒന്ന് കണ്ടിട്ട് വരാം. ഭാഗീരഥി നദിയും അളകനന്ദ നദിയും കൂടി ചേരുന്ന ആ ഒരു ഭാഗം നമുക്ക് പോയിട്ടൊന്ന് കാണാം. സാധാരണ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ കാണുന്നത്
ആ ഒരു ഭാഗം നമ്മൾ ഷൂട്ട് ചെയ്യുക സാധാരണ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ആ റോഡിൽ പോയി നിന്നിട്ടാണ്. അവിടെ പോയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കാണാം. അവിടെ നിന്നാണ് ഈ സംഗമസ്ഥാനത്തിൻ്റെ നല്ലൊരു ഭംഗിയുള്ളൊരു വ്യൂ കിട്ടുന്നത്. പക്ഷേ അവിടെ പോകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇവിടുന്ന്, അതായത് ഗംഗാ സംഗമസ്ഥാനത്തിൻ്റെ അടുത്ത് നിന്നുള്ളൊരു കാഴ്ച ഈ ഭാഗത്ത് കാണാം. നിങ്ങൾ ഈ കാണുന്ന ഭാഗം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് പൂജകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഭാഗങ്ങളാണ് താഴെ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തിനോട് ചേർന്നൊരു സ്കൂളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് ആ ഗംഗാ നദി ഒന്ന് കണ്ടിട്ട് വരാം. ശാന്തമായിട്ട് ഒഴുകി വരുന്ന അളകനന്ദയും രൗദ്രഭാവത്തിൽ ഒഴുകി വരുന്ന ഭാഗീരഥിയും ചേരുന്ന ഭാഗമാണിത്. അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടെ വളരെ ശാന്തമായിട്ട് ഒഴുകി വരുന്നതാണ് അളകനന്ദ നദി. അളകനന്ദ നമുക്കറിയാം ബദ്രീനാഥ് ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഒഴുകി വരുന്ന നദിയാണ്. ബദ്രീനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അളകനന്ദയുടെ തീരത്താണ്. ആ ഒരു അളകനന്ദയാണ് നിങ്ങളീ കാണുന്നത്. വളരെ ശാന്തമായിട്ടാണ് അളകനന്ദ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഭാഗീരഥി ആണെങ്കിൽ വളരെ രൗദ്രഭാവത്തിലുമാണ്. ഒരു പ്രത്യേക അനുഭവമാണ് ഇവിടെയൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ. ഇതൊക്കെ ശരിക്കും നമ്മൾ ഒരിക്കലും വന്ന് കാണണം. ഇവിടെയുള്ള ചുമരുകളൊക്കെ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കാണുന്നത് ഇവിടുത്തെ സ്കൂളാണ്, ഒരു പ്രൈമറി സ്കൂളാണ്. അവരുടെ ഗ്രൗണ്ടിലാണ് സത്യത്തിൽ ഞാൻ നിൽക്കുന്നത്. അവരുടെ അസംബ്ലിയൊക്കെ നടക്കുന്നത് ഈ ഭാഗത്ത് വെച്ചിട്ടാണ്. നമ്മളിതാ ഇത്രയും നേരം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് വന്നതാ ഉണ്ടോ. അവിടുന്ന് അതുവഴി ഇങ്ങനെ പാലം കടന്ന് താഴെ കൂടെ ഇങ്ങോട്ട് കയറി വന്നു. നമുക്ക് ആ ഒരു സംഗമത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഇവിടെ. അത് എടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം മെയിൻ റോഡിലോട്ട് കയറണം. അതിന് വന്നതാ ഉണ്ടോ. അവിടെയാണ് ആ ഒരു സംഗമം. ദേ അളകനന്ദ, ദേ ഭാഗീരഥി. ഇവിടെയാണ് നമ്മൾ നേരത്തെ പോയി നിന്നത് ഉണ്ടോ. വലിയൊരു കാളേനെ കണ്ടോ ഇവിടെ. വലിപ്പം നോക്ക്. ഇവിടെയൊക്കെ ഇപ്പം നദി ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ആ ഒരു പാലം കണ്ടോ. അപ്പം ഇവിടെ വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തൂടെ ഒഴുകിയിട്ട് ഈ കാണുന്നൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിലാവും. ഇവിടെയൊക്കെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകും. ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ്. ഈ ഒരു പ്രയാഗ്രാജിൻ്റെ മൊത്തം ഒരു പിക്ചർ ഇവിടെ കിട്ടുന്നില്ലേ. നമ്മളപ്പോൾ ഈ ഒരു വ്യൂ കിട്ടാനാണ് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങോട്ട് നടന്നു വന്നത്. താഴെ ഈ ഭാഗത്തൊന്നും നമുക്ക് പോയി നിൽക്കാൻ പറ്റില്ല. നാളെ നമുക്ക് രാവിലെ അവിടെ പോകും. കാരണം ഇപ്പം വെയിൽ ഈ ഭാഗത്ത് നിന്ന് അടിക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് നല്ല വ്യൂ കിട്ടും കണ്ടോ. ഈ ഭാഗത്ത് നല്ല വ്യൂ ഉണ്ട്. അപ്പം നാളെ ആകുമ്പം സൂര്യൻ നേരെ ഓപ്പോസിറ്റ് സൈഡാവും. അപ്പം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂ നല്ല രീതിയിൽ കിട്ടും. ഇതിവിടെ ആരും ശ്രദ്ധിക്കാണ്ട് പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നതാ. ദേവപ്രയാഗിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഹിന്ദിയിൽ ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു സ്തൂപം പോലെ ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷെ ഇതൊന്നും ആരും ശ്രദ്ധിക്കാണ്ട് ഒരു പൊടി പിടിച്ചൊരു മൂലയിൽ കിടക്കുന്ന പോലെ കിടക്കുക. ഇതാണ് ദേവപ്രയാഗ് ടൗണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ പോയിട്ട് അപ്പുറത്തെ സൈഡാണ് ശരിക്ക് ദേവപ്രയാഗ് എന്ന് പറയാൻ പറ്റുന്നത്. നമ്മളിതാ ഇതുവഴിയാണ് ഇങ്ങോട്ട് നടന്നു വന്നത്. ഞാൻ ആ ഒരു മുകൾ ഭാഗത്ത് നിന്ന് നടന്ന് വീണ്ടും ഈ സൈഡിലോട്ട് തന്നെ എത്തി. നേരത്തെ തിരിച്ച് അങ്ങോട്ട് പോയി, അവിടുന്ന് കണ്ടു നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വന്നു. മുഴുവൻ നടത്താണ്, ഫുൾ കയറ്റം ഇറക്കം ആയതുകൊണ്ട് ക്ഷീണിച്ചു പോയി നല്ലപോലെ. ഇനിയിപ്പം നമുക്ക് ഇവിടുന്ന് പോയിട്ട് ആ പാലം കടന്നിട്ട് ആ ഭാഗത്തോട്ട് പോകാം. അവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നദി 2 വഴി ഒഴുകുമായിരുന്നു. ഇപ്പം വെള്ളം കുറവായതുകൊണ്ടാണ് ഒരു ഭാഗത്തൂടെ മാത്രം ഒഴുകുന്നത്. ഹലോ, ഇവിടെയും ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. അവർക്ക് ഇവിടെയുള്ളവർ ഭക്ഷണമൊക്കെ കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അധികം നമ്മളായിട്ടൊന്നും വലിയ പേടിയൊന്നുമില്ല. ഇതിപ്പോൾ ആരോ കൊടുത്ത കടല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾ ഇവർക്ക് നല്ലപോലെ ഭക്ഷണം കൊടുക്കും. നമ്മൾ നേരത്തെ ഒക്കെ കണ്ട ഒരു ക്ഷേത്രമില്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട, അതൊരു ശ്രീരാമ ക്ഷേത്രമാണ്. നമുക്ക് അവിടെ പോകാനുണ്ട്. അവിടെ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം.
ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ആ ഒരു ഗംഗാ സംഗമ സ്ഥാനമാണത്. നിങ്ങൾക്ക് ഇവിടുന്ന് കാണുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവുന്നില്ലേ, അളകനന്ദ എത്ര മെല്ലെയാണ് ഒഴുകുന്നത്, ഭാഗീരഥി എത്ര ശക്തമായിട്ടാണ് ഒഴുകുന്നത്. ആ ഒരു വ്യത്യാസം നമുക്ക് ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ മനസ്സിലാവും. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു വന്നത്. ഇനി നമുക്ക് ഈ ഒരു പാലം കടന്ന് ആ ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് അവിടെയും, അതായത് അളകനന്ദയുടെ ആ ഭാഗവും അതുപോലെ ഭാഗീരഥി ഒഴുകുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ഇരുമ്പ് പാലാണ്, അതായത് അത്യാവശ്യം നടക്കാൻ മാത്രമുള്ള വീതിയേ ഉള്ളൂ. പിന്നെ ബൈക്കൊക്കെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ട് നേരത്തെ. അതായത് വേറെ വാഹനങ്ങളൊന്നും ഇതുവഴി പോകില്ല. അതായത് ചെറിയ പാലാണ്, ആളുകൾക്ക് നടന്നു പോകാനും അത്യാവശ്യം സൈക്കിളും ബൈക്കൊക്കെ പോകുന്ന ഒരു വീതി മാത്രമേ ഈ ഒരു പാലത്തിനുള്ളൂ. ഇവിടെയുള്ള ആളുകളൊക്കെ താമസിക്കുന്ന വീടുകളാണ് നിങ്ങൾ ഈ കാണുന്നവയിൽ കൂടുതലും. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ വീടുകൾ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുണ്ടാവില്ല. അഥവാ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ മൂന്നാർ പോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേപോലെ തട്ടായ സ്ഥലങ്ങളിൽ അവർ വീടെടുക്കുന്നത്. അതായത് ചെരിഞ്ഞ പ്രദേശങ്ങളിൽ അവർ വളരെ പ്രത്യേകമായിട്ടാണ് ഇവിടുത്തെ വീടുകൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതൊക്കെ അപകടകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് കാണുമ്പം പെട്ടെന്നൊരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായാൽ ആ വീടുകളൊന്നും പിന്നെ അവിടെ നിൽക്കില്ല. നമ്മുടെ നാട്ടിലെ നിരപ്പായ സ്ഥലങ്ങളിൽ വീടുകൾ മാത്രം കണ്ടു ശീലിക്കുമ്പം ഇവിടെയുള്ള വീടുകളൊക്കെ വളരെ പ്രത്യേകതയുള്ളതാണെന്ന് തോന്നും. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അത് ശീലമാണ്. അവർ വർഷങ്ങളായി താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അത്രയും ചെരിവായിട്ടാണല്ലോ ഇവിടുത്തെ ഭൂമിയുടെ ഒരു ഘടന എന്ന് പറയുന്ന ആ രീതിയിലാണല്ലോ. അതുപോലെ ഞാൻ ഈ നടന്നു പോകുന്നതിൻ്റെ ഇടതു ഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്നതും അളകനന്ദ ഒഴുകുന്ന ഭാഗമാണ്. അത് വെള്ളം കൂടുതലായിട്ട് വരുമ്പോഴാണ് ഈ സൈഡിലൂടെയും നദി ഒഴുകും. നേരത്തെ പോയിട്ട് ഞാൻ ആ ഒരു സംഗമസ്ഥാനത്തിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്തത് ആ ഭാഗത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഇവിടെയാണ് ആ ഒരു സംഗമം വരുന്നത്. കണ്ടോ, രണ്ട് കളറിൽ തന്നെ ഒഴുകുന്ന കണ്ടോ. ഇവിടെ കുറച്ചുകൂടി ഡാർക്കാണ്, അവിടെ കുറച്ചുകൂടി ലൈറ്റാണ്. ശരിക്കും ഇത് കുറച്ചുകൂടി ഡാർക്കായിട്ട് ഉണ്ടാവും, പക്ഷെ ഇപ്പോൾ അത്ര വിസിബിൾ അല്ല. വെള്ളം കുറവായതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന റൂം വരുന്നത് ആ കാട് അവിടെ മൂടിയോണ്ടതാ ഈ ഇതിൻ്റെ ബാക്കിലായിട്ടാണ്. ഇനി അവിടത്തേക്ക് പോവാം. അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ടോ. ഈ ഒരു പാലം വഴി നടന്ന് നമുക്ക് ഇതുവഴി താഴെക്കൂടെ അങ്ങോട്ടേക്ക് പോവാം. ഒരു പശുവും കുട്ടിയും നോക്ക്, കുഞ്ഞി കുട്ടി. അതിൻ്റെ അച്ചി നല്ല ക്യൂട്ടായിട്ടൊരു കുഞ്ഞി കുട്ടി. ഓക്കെ, ഇതുവഴി ഇതിങ്ങോട്ട് ഓടി വന്നതാ. ഇതുപോലെ ഇത് കണ്ടോ, ഇതൊക്കെ ശരിക്ക് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടൊക്കെ ഈ ഭാഗത്തൂടെയും അളകനന്ദ ഒഴുകും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ പാലം വെച്ചത്. മൊത്തം നല്ല ഭംഗിയുള്ള കല്ലുകൾ കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കല്ലുകളുടെ അതേ ഷേപ്പും. ഇപ്പം നമുക്ക് ഗംഗാനദിയിലോട്ടൊന്ന് ഇറങ്ങാം. ഇതാ അളകനന്ദേൻ്റെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ല തണുപ്പാണ്. കാലിങ്ങനെ മരവിച്ചിട്ട് മുകളിലോട്ട് കയറുന്നു. അവിടുന്ന് ഭാഗീരഥി ഒഴുകി വരുന്നു, ഇവിടുന്ന് അളകനന്ദ ഒഴുകി വരുന്നു. എന്നിട്ട് ഗംഗാനദിയായിട്ട് അങ്ങോട്ടേക്ക് ഒഴുകുന്നു. ഞാൻ അവിടുന്ന് താഴേന്ന് നദിയുടെ അവിടുന്ന് നേരെ മുകളിലോട്ട് കയറി വന്നതാ. ഇവിടെ കണ്ടു ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇവിടെയുള്ള പ്രത്യേകത, ഇവിടെ നേരത്തെ ഇരുടാവും. ഇവിടെ ഉദയവും അസ്തമയവും ഒക്കെ നേരത്തെ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്കാളും മുന്നേ തന്നെ ഇവിടെ ഇരുടാവും. നമുക്കിനി നേരെ റൂമിലോട്ട് പോവാം. കുറേ നേരം നടന്നു. ഇവിടുന്ന് 2 ഭാഗങ്ങളിലോട്ട് നടക്കുമ്പോൾ തന്നെ നല്ലപോലെ ക്ഷീണിച്ചു പോകും. പിന്നെ നമുക്ക് ഇവിടുന്ന് റൂമിലോട്ട് പോവാം. അങ്ങനെ ഇതപ്പോൾ തിരിച്ച് നമ്മുടെ റൂമിൽ തന്നെ എത്തി. ഇനിയിപ്പോൾ ഇന്ന് പരിപാടിയൊന്നുമില്ല, നേരത്തെ കിടന്നുറങ്ങാൻ പോവാണ്. ഇവിടെ എല്ലാവരും നേരത്തെ ഉറങ്ങും. ഇപ്പം ഒരു 8-8:30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും കിടന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നോക്കി, അപ്പോൾ ആരുമില്ല. ഇപ്പം സമയം 8:45 ആവുന്നേ ഉള്ളൂ. ഇവിടെ ഒന്നും ഒരു മനുഷ്യജീവി ഇല്ല. നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. തണുപ്പെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ 18 ഡിഗ്രിയാണ് കാണിക്കുന്നത്, പക്ഷെ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അത് ഫാൻ്റെതല്ല, അത് പുഴ ഒഴുകുന്ന സൗണ്ടാണ്. അത്ര അടുത്തല്ലേ, അതുകൊണ്ട് അയ്യ സൗണ്ട് നല്ല രീതിയിലുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് രാവിലെ എണീച്ചിട്ട് ഈ അമ്പലത്തിൻ്റെ അവിടേക്കൊന്ന് പോവാം. ഇന്ന് അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. പിന്നെ രാവിലത്തെ ഒരു വ്യൂ എന്താണെന്ന് നമുക്ക് നാളെ ഒന്ന് കാണാം. അതൊക്കെയാണ് ഈ പരിപാടി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
ദേവപ്രയാഗിലെ ഈ മനോഹരമായ കാഴ്ചകളുടെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.